ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ജനങ്ങൾ വോട്ട് ചെയ്ത് കയറ്റിവിടുമ്പോൾ ജനങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട്. അവരുടെ സാമൂഹിക, സാംസ്കാരിക, വാണിജ്യ, വൈകാരിക മണ്ഡലങ്ങളൊക്കെ സംരക്ഷിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെയാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം, വിദ്യാഭ്യാസം, വൈദ്യസഹായം തുടങ്ങിയ എല്ലാ മേഖലകളും കവർ ചെയ്യത്തക്ക നിലയിലുള്ള യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള വിപ്ലവകരമായിട്ടുള്ള ഭരണപരിഷ്കാരങ്ങൾ ആ രാഷ്ട്രീയ പ്രസ്ഥാനം നടത്തും എന്ന് സ്വപ്നം കണ്ടിട്ടാണ് ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെ വിജയിപ്പിച്ച് കയറ്റിവിടുന്നത്. പക്ഷേ നമ്മുടെ കേരള സർക്കാർ ഇതുപോലുള്ള സ്വപ്നങ്ങൾ ഒന്നും കാര്യമായിട്ട് നിറവേറ്റിയിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് മാത്രമേ അവർ നിറവേറ്റാറുള്ളൂ. തമിഴ്നാട്ടിലെ സർക്കാർ അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന പോലെയൊന്നും വിപ്ലവകരമായിട്ടുള്ള ഒന്നും കേരള സർക്കാർ ചെയ്യുന്നില്ല. അവരെന്തൊക്കെയോ ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പോഴും പൂർണ്ണമല്ല. അതിലൊരു 10% മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഭൂരിപക്ഷം പേരും അസംതൃപ്തരാണ്. കേരളത്തിലെ ട്രാൻസ്പോർട്ട് മന്ത്രിയായിട്ട് സ്ഥാനാരോഹണം ചെയ്തിട്ടുള്ള മന്ത്രി ഗണേഷ് കുമാർ കയറിയ നാൾ മുതൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ വിപ്ലവകരമായിട്ടുള്ള ഭരണപരിഷ്കാരങ്ങൾ KSRTCയിൽ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന പോസ്റ്ററിൽ 1-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ഇനി മുതൽ KSRTCയിൽ സൗജന്യ യാത്രയാണെന്നുള്ള ഒരു പുതിയൊരു ഭരണപരിഷ്കാരമാണ് അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്നത്. കേട്ടത് സത്യമാണെങ്കിൽ ഇത് ഒരു അടിപൊളി ഭരണപരിഷ്കാരമാണ്. കാരണം ജനങ്ങൾ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ കൊടുത്തു, അവർ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു. അപ്പോൾ രാഷ്ട്രീയ പ്രസ്ഥാനം ഇതുപോലുള്ള ഉപഹാരങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യണം. ഏതായാലും മന്ത്രി KSRTCയിലൂടെ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഒരു അത്താണിയായി തീരുന്നത് ഒരു അടിപൊളി ആശയമാണ്. എല്ലാ ദിവസവും ബസ് കൂലി കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത ആയിരക്കണക്കിന് ആളുകൾ കേരളത്തിലുണ്ട്. അവർക്കത് ഒരുപാട് ആശ്വാസകരമാണ്. കാരണം സൗജന്യ യാത്ര എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിന് വളരെയധികം മുതൽക്കൂട്ടുള്ളതാണ്. വിദ്യാഭ്യാസത്തിലുള്ള അവരുടെ ആ ഭാരം ഒരുപാട് ലഘൂകരിക്കുന്ന ഒരു പ്രക്രിയയാണ്. അവരുടെ മനസ്സിൽ കുളിർമയുള്ള ഒരു കാര്യമാണ്. KSRTCയുടെ ശോഭ വർദ്ധിക്കുന്ന, കേരളത്തിൻ്റെ ശോഭ വർദ്ധിക്കുന്ന, കേരളത്തിൻ്റെ സാമൂഹിക ഘടനയിൽ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ സൃഷ്ടിക്കുന്ന, വിദ്യാഭ്യാസ മേഖലയിൽ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു ഭരണപരിഷ്കാരമാണ്. അപ്പോൾ മന്ത്രി ഗണേഷ് കുമാറിന് എല്ലാവിധ അനുമോദനങ്ങളും നേരുന്നു.